ആളുകൾക്കൊരു ഭയമുണ്ട് ഈ വർഷത്തിൽ എന്തെങ്കിലും ബിക്കോസ് നമുക്ക് ഇപ്പം നിലവിലെ ഒരാഴ്ച മുമ്പല്ലേ നമുക്ക് ഇതൊക്കെ എല്ലാം സംഭവിച്ചത്. സോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ആ പേടി ഉണ്ടാവും, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു എക്സ്പെർട്ട് ടീം ഇവിടെ ഉണ്ട്. ഓക്കെ, ദർ ഓൾ ലുക്കിംഗ് ഇൻ ടു ദോസ് തിങ്സ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇവാക്യുവേഷൻ ചെയ്യൂ. ഒരു പാനിക് ആവണ ആവശ്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. യെസ് 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 പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. എല്ലാവരും ഫീൽഡിലാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇവരിൽ നിന്ന്? അല്ല, ഫസ്റ്റ് ഇൻഫർമേഷൻ അല്ല, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഒരു ഇത് ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. അവിടെ എന്താണ് നടക്കുന്നത്? ഇല്ല 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 അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവാക്യുവേഷൻ ചെയ്യും. സാഹചര്യം ഇല്ലെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഉള്ള ഇൻഫർമേഷൻ കിട്ടിയ സ്ഥലങ്ങളിലെ ഓൾറെഡി ഒരു പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എല്ലാവരെയും അലർട്ട് ചെയ്യും, നിങ്ങളെയും അലർട്ട് ചെയ്യും. ഓക്കെ, കുറച്ച് ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊന്ന് പരിശോധിച്ചിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ കൊടുക്കും. സെൻട്രൽ ടീമിന്റെ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരുന്നു ഒരു ഡിസ്കഷൻ? നമ്മൾ ഇൻസിഡൻറ്റിൻ്റെ മുഴുവനായിട്ട് ഒരു ബ്രീഫിംഗ് നമ്മൾ അവർക്ക് ചെയ്തു. എങ്ങനെയാണ് സംഭവിച്ചത്, ബാക്കിയുള്ള കാര്യങ്ങളും, പിന്നെ ഡാമേജിൻ്റെ ഒരു അസസ്മെൻറ്റും, ഇതുവരെ നമ്മൾ നടത്തിയ റെസ്ക്യൂ ഓപ്പറേഷനും, ക്യാമ്പ്സിൻ്റെ കാര്യങ്ങളും, ബോഡി മാനേജ്മെൻറ്റ്, മുഴുവൻ കാര്യങ്ങളും നമ്മൾ വളരെ നല്ല രീതിയിൽ അവർക്ക് ബ്രീഫിംഗ് കൊടുത്തിട്ടുണ്ടും അവർ പോസിറ്റീവായിട്ടും മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് അവരെ ഒരു സൈറ്റ് ഇൻസ്പെക്ഷന് വേണ്ടി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, സൈറ്റ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ ഡീബ്രീഫിങ്ങും ഉണ്ടാവും.